ഒരു വീട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ചുറ്റുപാടും പൂന്തോപ്പുകളും പച്ച പുൽപ്പടർപ്പുകളും വെച്ച് പിടിപ്പിച്ച് വീടിനകത്ത് ആധുനികമായ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉപയോഗിച്ച് ജീവിതത്തെ സന്തോഷപൂരിതമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ സങ്കടവും പ്രയാസവുമേറി വീടെന്ന് പറയുന്ന ആ ഭയാനകമായ ഭീകരമായ ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തി നോക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇന്നുള്ളത്. അനവധി സ്വപ്നങ്ങളുമായി പടുത്തുയർത്തിയ ആ വീടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഭയം ജനിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സ്ത്രീ പുരുഷന്മാർക്കിടയിലുണ്ട്. പ്രധാനമായ ഒരു കാരണം ഒരു കുടുംബത്തിൻ്റെ രാജ്ഞിയായി വീട്ടിലേക്ക് കയറി വരുന്ന നമ്മുടെ ഭാര്യമാർ. കനിവില്ലാത്ത ലോകം അവരോട് അല്പം പോലും കാരുണ്യം കാണിക്കാതെ ഭീമമായ സംഖ്യ സ്ത്രീധനവും അത് വാങ്ങാത്തവർ അതിനനുബന്ധമായ കിടപിടിക്കുന്ന ഓർണമെൻസുകളും വാങ്ങി കരുണയില്ലാതെ നമ്മുടെ സ്ത്രീ സമൂഹം നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. അവിടെ നിന്നാണ് കാരുണ്യം നഷ്ടപ്പെട്ടത്. ആ കാരുണ്യമാണ് ലോകത്തിന് തിരിച്ചു നൽകാൻ ഇസ്ലാം ശ്രമിച്ചത്. ലാ തസവ്വജൂഹുന്ന ലിമാലിഹിന്ന, സമ്പത്തിനു വേണ്ടി വിവാഹം കഴിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് ആ കാരുണ്യത്തിലേക്കുള്ള തിരിച്ചുവിളിയാണ്. സ്ത്രീ സമൂഹത്തിൽ അൽ മർഅത്തു റായത്തുൻ അലാ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണ്, നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വ്യക്തിയാണ് നമ്മുടെ ഭാര്യ. ആ ഭാര്യ അങ്ങേയറ്റം സങ്കടത്തോടു കൂടിയാണ് പിന്നീട് ആ വീട്ടിൽ ജീവിക്കേണ്ടി വരുന്നത്, കരുണയില്ലാതെ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, വീട്ടിലേക്ക് കയറി വന്ന ആദ്യ നാളുകളിൽ അങ്ങേയറ്റത്തെ മവദ്ദത്തുണ്ടായിരുന്നു, സ്നേഹമായിരുന്നു. ഒരു സെക്കൻഡ് പിരിഞ്ഞു നിൽക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിനെ പിരിഞ്ഞു നിൽക്കാൻ ഭാര്യക്കോ കഴിയാത്തത്ര സുദൃഢവും സുശക്തവുമായൊരു ബന്ധമായിരുന്നു. പക്ഷേ ആ ബന്ധം പിന്നീട് തൻ്റെ കരുണയില്ലാത്ത കാരുണ്യമില്ലാത്ത സ്വഭാവത്താൽ ഭാര്യയുടെ സ്വഭാവത്തെയും ഭാര്യയെയും ഒക്കെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. റഹ്മത്തിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ ലാ യഫ്റുഖ് മുഅ്മിൻ മുഅ്മിനത്തൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ തൻ്റെ ഭാര്യ വെറുക്കാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ നമുക്ക് അവളിൽ നിന്ന് വെറുക്കുന്നവരുണ്ടാവാം. ഇൻ കരിഹ മിൻഹ, ഒരു സ്വഭാവം അവളിൽ നിന്ന് വെറുക്കുന്നുവെങ്കിൽ റളിയ മിൻഹ ആഖർ, വേറൊരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളും അവളിൽ ഉണ്ടാകുമെന്ന കാര്യം നിസ്തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയോട് ഒരല്പം കരുണ, സ്നേഹം ഭർത്താവ് എന്നുള്ള നിലക്ക് നമ്മളുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷോപലക്ഷം സഹാബാ കിറാമുകളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, സ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്യുകയാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, ഭാര്യമാരോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഇത് പറയാനുണ്ടായ കാരണം അത്ര നന്നായി പെരുമാറാൻ കഴിയുന്നൊരു സാധനമല്ല ഇത് എന്നതാണ്. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഖുലിഖത്ത് മിൻ ളിലൈൻ, ഇതിനെ വളഞ്ഞ വാരിയല്ലോണ്ടാണ് സൃഷ്ടിച്ചത്. അതാദ്യം മനസ്സിലാക്കണത് വാങ്ങണതിൻ്റെ മുമ്പ്, എന്നാലേ കരുണയോടുകൂടി പെരുമാറാൻ കഴിയുള്ളൂ. ഈ സാധനത്തിൻ്റെ തലച്ചോറ് എത്ര അറിയോ? 45 ഔൺസാണ്. ഇത് വാങ്ങുന്ന പുരുഷൻ്റെ തലച്ചോറ് എത്ര അറിയോ? 49.4 ഔൺസാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖദ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസത്തിലാണ്. പുരുഷൻ
പകലിനെ പോലെ വളരെ വളരെ കൃത്യമായ അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായി ജീവിക്കുക. സ്ത്രീ വേണ്ടതോ പ്രശാന്തഭാവം. രാത്രിയെപ്പോലെ പ്രശാന്തഭാവമാണ് ഒരു സ്ത്രീക്കുണ്ടാവേണ്ടത്. തൊട്ടിൽ ഭരിക്കുന്ന കരത്തിന് വേണ്ടത് മൃദുലഭാവമാണ്, അല്ലാതെ കരാട്ടയും കുംഫുവും ബ്ലാക്ക് ബെൽറ്റും അല്ല. നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അതാണ്. അതുകൊണ്ടാണ് ഈ സാധനം വാങ്ങുന്നതിന് മുമ്പ് ഇതിനെത്ര ഇപ്പം നമ്മൾ ഒരു 1 HP മോട്ടർ വാങ്ങിയിട്ട് 2 HP തള്ളിത്തരണം എന്ന് പറഞ്ഞാൽ എന്താ ഇതർത്ഥം? തള്ളാൻ കഴിയില്ല. അപ്പോൾ ഈ സാധനത്തിനെ പറ്റി അതുമല്ല, ഇതെങ്ങാനും 49 ഔൺസ് രണ്ടാക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു 2 കൂട്ടർക്കും 49 ഔൺസ് തലച്ചോറ് തന്നിരുന്നെങ്കിൽ സ്ഥിതി എന്താ? ഒരു ചായ കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞാൽ ഒന്ന് എനിക്ക് കൊടുത്തോളി അറിയും അല്ലേ? നിങ്ങളൊരു ഷർട്ട് അവിടെ അയച്ചിട്ടൊന്ന് അലക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്ത് പറയും? വേണമെങ്കിൽ അലക്കിക്കോളി, എനിക്കിപ്പോൾ നിങ്ങൾ അലക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 കൂട്ടർക്കും നമ്മൾ 2 പേരും ഒരു വാഹനത്തിൻ്റെ 2 ചക്രങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചുവിടലാം. നിങ്ങളത് ഞാൻ തിരുമ്പോൾ നിങ്ങളും തിരുമ്പിക്കോളി അറിയില്ലേ? ഇത് തലച്ചോറ് കുറച്ച് വെച്ചതാണ്. റബ്ബിനോടാണ് ആദ്യമായി നമുക്കുണ്ടാവേണ്ട കടപ്പാട് കേട്ടോ. അപ്പോൾ ഈ സാധനം വാങ്ങുന്നതിന് മുമ്പ് ഈ സാധനം എത്ര ഹോഴ്സ് പവറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കുമ്പോൾ അലാക്കിൻ്റെ പ്രതീക്ഷ എന്താ അറിയോ? ഞാനും ഓളും കൂടി ഭയങ്കരമായ കാര്യത്തിൽ രക്തത്തിൻ്റെ ചൂടാറുന്ന നിങ്ങളുണ്ടല്ലേ, 2 വീലറിൻ്റെ മുകളിൽ റോട്ടുമ്പോൾ കൂടെ പോകുന്നുണ്ടല്ലേ നിങ്ങൾ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 കൊല്ലം കണ്ടാലറിയാം എന്ത് പിടുത്താ പിടിക്കുക നിങ്ങൾ. ഓനെ കൂട്ടിങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും പള്ളടക്കം അല്ലേ? 5 കൊല്ലമായതോ തോളിൽ ഇങ്ങനെ കാണാൻ കൊട കൊളത്തിയമായി. 10 കൊല്ലമായതോ കമ്പിൻ്റെ മുകളിലാ പിടുത്തം. ഇയാളെ കിട്ടിയിട്ട് കാര്യമില്ല, കമ്പിന് ആദ്യം ഒരു കമ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, അയിമ പിടിക്കുക നല്ലതെന്ന് ഓക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ വീടെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭാര്യയായി ഏറ്റവും മനോഹരിയായി ജീവിക്കേണ്ടവളാണ്. ഇനി ഇവൾ തന്നെ പെട്ടെന്ന് അമ്മായിമയായി മാറും. ഞാനൊരു അമ്മായിമക്കൊരു കാര്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് കുടുംബ സമ്മേളനങ്ങൾ എത്ര സമയം നിശ്ചയിച്ചാലും ശരി, ഇത് കുടുംബ സമ്മേളനമാണ്. അമ്മായിമക്കൊരു ഭാഗമുണ്ട്, നമുക്ക് റോളുണ്ട് ഇവിടെ. എന്താണ് അമ്മായിമയുടെ റോള്? നമുക്കറിയാം, 2 അമ്മായിമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരമ്മായിമയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഉമ്മു ജമീൽ, അബൂലഹബിൻ്റെ ഭാര്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം കഴിച്ച, റുഖിയയും ഉമ്മു കുൽസിനെയും വിവാഹം കഴിച്ച ഉത്ബയും മുത്തൈബയും അബൂലഹബിൻ്റെ മക്കളാണ്. 2 പേരും വിവാഹം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു. തൗഹീദ് പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് നിർദ്ദേശം ലഭിച്ചു. ആ കുടുംബ ബന്ധം തൗഹീദിൻ്റെ പേരിൽ അതാ അസ്വാരസ്യമാവുകയാണ്. ആദ്യം ഉമ്മ പറഞ്ഞു മക്കളോട് വിവാഹമോചനം ചെയ്യാൻ, സാഹിബത്തി, ഭാര്യയെ പിരിയാൻ സാധ്യമല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അവസാനം ഉപ്പയും ഇടപെട്ടു, കുടുംബങ്ങളെല്ലാം ഇടപെട്ടപ്പോൾ അതാ വിവാഹമോചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിയെയും വിവാഹമോചനം നടത്തി. ആദ്യത്തെ മോശപ്പെട്ട അമ്മായിബ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, സ്ത്രീകളുടെ ഇടയിൽ പ്രവാചകനെയും ഇസ്ലാമിനെയും ഇടിച്ചു താഴ്ത്താൻ ശരീരം മുഴുവൻ നാവുമായി നടന്ന ഉമ്മു ജമീൽ, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, ഭർത്താവിൻ്റെ കൂടെ നരകത്തിലേക്ക് വരുമ്പോൾ ആ അമ്മായിമയും ഉണ്ടാവും. അമ്മായിമാർ ഓർക്കുക, ഉമ്മു ജമീൽ ആവാതിരിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുക, ഭാര്യമാരോട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മനോഹരമായി പെരുമാറണമെന്ന്. അങ്ങേയറ്റത്തെ കനിവിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്ന വാചകമായി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ മക്കൾക്ക് എന്നും എക്കാലവും ആനന്ദവും ആഹ്ലാദവും അനുഭൂതിയും പ്രതാപവും എല്ലാം നൽകിയൊരു യുദ്ധമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് മുശ്രിക്കുകൾ ഉസാറായി ബന്ധനസ്ഥരായിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബയുടെ ഭർത്താവ് കൂടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4000-ഓളം ദിർഹം ഫിദിയ വാങ്ങിക്കൊണ്ട് പലരെയും മോചനം നിർവഹിക്കുമ്പോൾ തൻ്റെ മകൾ ഭർത്താവിൻ്റെ മോചനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ നെഞ്ചോട് തീർത്ത് പിടിച്ച് പരലോകത്തേക്ക് യാത്ര അയച്ച ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ മകൾക്ക്
സൈനബക്ക് നൽകിയ കല്യാണ രാത്രിയിലെ ആ ഹുലിയായിരുന്നു, ആഭരണമായിരുന്നു മോചനമൂല്യത്തിനായി കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മാല കണ്ടപ്പോൾ ഖദീജാബിയെ ഓർത്ത് അങ്ങേയറ്റത്തെ സങ്കടവും പ്രയാസവും വേദനയും നബി അനുഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സഹാബത്ത് അംഗീകരിച്ചു. റസൂലുള്ളാഹിക്ക് തൻ്റെ ഭാര്യയോടുണ്ടായ സ്നേഹമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്.